മൈ ചാനൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ. സോ ഇപ്പോൾ ഞാനുള്ളത് ഡെൻമാർക്കിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഓണം, ഇവിടെ ഓണമൊന്നുമില്ലാന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു അടിപൊളി ഓണസദ്യ ഒരുക്കാനായിട്ട് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നത്. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ 2 ബസ് പിടിച്ചിട്ട് വേണം പോകാനായിട്ട്. ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. മുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക പന്തല് മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ചക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ ഐ സ്പൈസ്. പെണ്ണ് ചക്കനും കെട്ടും കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണ് ചക്കനും കെട്ടും. എല്ലാ കാറ്റഗറിയിലുള്ള, അതായത് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ കാറ്റഗറിയിലുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ കിട്ടും, ഇൻക്ലൂഡിങ് വെജിറ്റബിൾസ്, കറി ലീവ്സ്. നല്ല ജിലേബിയും ലഡ്ഡും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിന്ന് മെയിനായിട്ട് വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് സേമിയ പായസത്തിന് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ വറ്റൽമുളകും ഇല്ല, അത് കടുക് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി. പിന്നെ കുറച്ച് കറി ലീവ്സ്, വേപ്പില ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഡ്രൈഡ് ആയിട്ടുള്ളതാണ് എടുത്തത്. പിന്നെ പപ്പടം. പിന്നെ ഞാൻ പോയത് വെജിറ്റബിൾ സെക്ഷനിലേക്കാണ്. അവിടെ നിന്ന് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനങ്ങളും, പുതിന, മല്ലിയില, എല്ലാ ഐറ്റംസും, മുരിങ്ങയ്ക്ക എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ മുരിങ്ങയ്ക്ക, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള വാഴയില ഇല്ലാതെ എന്തോണല്ലേ അത്, പിന്നെ ചെറിയുള്ളി, ഇതെല്ലാം എടുത്തു. തേങ്ങ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഗ്രേറ്റഡ് കോക്കനട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് അവിടെ കിട്ടും. പിന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മെയിൻ ഐറ്റം വാഴയില. ആദ്യം നോക്കിയപ്പോൾ കീറിയതായിരുന്നു കണ്ടത്. പിന്നെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു 5-6 വാഴയില എനിക്ക് കിട്ടി. അത് കിട്ടിയപ്പോഴത്തേക്കും ഹാപ്പിയായി. കുറച്ച് സാധനം വാങ്ങാൻ പോയ ഞാൻ ഒരു 2 കൂടി സാധനങ്ങളുമായി ഷോപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത്തപ്പൂക്കളം ഇടാൻ നോക്കിയപ്പോൾ പൂവൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തൽക്കാലം റോസാപ്പൂ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.